വയനാട് പൂതാടി പഞ്ചായത്ത് ഇടതുപക്ഷത്തിന് കെ ബാലകൃഷ്ണൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിൻസെന്റ് തോമസിന്റെ വോട്ട് അസാധുവായി. ജോഷില ചേരുന്നുണ്ട്. ജോഷില, കെ ബാലകൃഷ്ണനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വയനാടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ട്വിസ്റ്റുകളാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഒന്ന് പൂതാടി പഞ്ചായത്തിലും അതുപോലെ തന്നെ മൂപ്പൈനാട് പഞ്ചായത്തിലും. മൂപ്പൈനാട് പഞ്ചായത്ത് LDFന്റെ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ലഭിച്ച പഞ്ചായത്തായിരുന്നു. ഇവിടെ ഒരു സീറ്റ് വ്യത്യാസത്തിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് LDFന്റെ പ്രസിഡന്റ് സ്ഥാനമേൽക്കേണ്ട സ്ഥലമാണ്. എന്നാൽ LDFിലുള്ള ഒരാൾ വോട്ട് അസാധുവാകുകയും പിന്നീട് അത് നറുക്കെടുപ്പിലൂടെ UDFന് ലഭിക്കുകയും ചെയ്തു. അതേസമയം തന്നെ പൂതാടി പഞ്ചായത്തിൽ ഇന്ന് ഒരേപോലെയായിരുന്നു മത്സരഫലങ്ങൾ. അത് തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. അത് LDFന് 10, UDFന് 10, 3 സീറ്റ് BJPക്ക് എന്നുള്ള നിലയിലായിരുന്നു, NDAക്ക് എന്നുള്ള നിലയിലായിരുന്നു മാറിയിരുന്നത്. എന്നാൽ പൂതാടി പഞ്ചായത്തിൽ നടന്നത് ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ UDFന്റെ ഒരു സ്ഥാനാർത്ഥി LDFന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ BJP സ്ഥാനാർത്ഥികൾ മാറി നിൽക്കുകയും അതേസമയം BJP മെമ്പർമാർ മാറി നിൽക്കുകയും പിന്നീട് നടന്ന വോട്ടെടുപ്പിൽ UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ വോട്ട് അസാധുവാവുകയും ചെയ്ത ഒരു രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതോടുകൂടി പൂതാടി പഞ്ചായത്ത് ഇടതുമുന്നണി ഭരണത്തിലേറുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ പുൽപ്പള്ളി പഞ്ചായത്തും ഇടതുമുന്നണിയാണ് ഭരണത്തിൽ വന്നിട്ടുള്ളത്. മുട്ടിൽ പഞ്ചായത്ത് ഇടതുമുന്നണി അധികാരമേറ്റു. അങ്ങനെ മറ്റെല്ലാ സ്ഥലങ്ങളിലും, അതായത് ഇപ്പോൾ നിലവിൽ 5 സീറ്റുകളാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തുകൾ 5 പഞ്ചായത്തുകളാണുള്ളത്. മൂപ്പൈനാട് പഞ്ചായത്ത് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ 6 പഞ്ചായത്തുകൾ ഇടതുമുന്നണിക്ക് ഉണ്ടാകുമായിരുന്നു. വലിയ പരാജയം എന്നുള്ള നിലയിൽ വയനാട്ടിൽ ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ ഇടതുമുന്നണിക്ക് കാണാനാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ നമ്മുടെ കൂടെ ഇപ്പോൾ പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബീന പ്രകാശ് നമ്മുടെ കൂടെയുണ്ട്. പുൽപ്പള്ളി പഞ്ചായത്തും ബിന്ദു പ്രകാശ് നമ്മുടെ കൂടെയുണ്ട്. പുൽപ്പള്ളി പഞ്ചായത്തും UDFിൽ നിന്ന് ഇടതുമുന്നണി പിടിച്ചെടുത്ത പഞ്ചായത്താണ്. പുൽപ്പള്ളി പഞ്ചായത്തിനെ നമുക്കറിയാം, നേരത്തെ അഴിമതിയുടെ അതായത് UDF ഭരിച്ച സഹകരണ ബാങ്കുകളുടെ അഴിമതി വലിയ പ്രശ്നമായി നിലനിന്ന സ്ഥലമാണ് പുൽപ്പള്ളി പഞ്ചായത്ത്. ആത്മഹത്യകളടക്കം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ വികസന പ്രശ്നങ്ങൾ വലിയ പ്രശ്നമായി നിലനിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയായിരുന്നു UDF ഭരിക്കുന്ന കാലത്ത്. അതേസമയം തന്നെ വന്യമൃഗശല്യം അത് ഏറെ വേട്ടയാടിരുന്നത് പുൽപ്പള്ളി പഞ്ചായത്തിലെ ജനങ്ങളെ ആയിരുന്നു. ഇതൊക്കെ തന്നെ നിലനിൽക്കുകയാണ് ഇടതുമുന്നണിയെ ജനങ്ങൾ അധികാരത്തിലേറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. ബിന്ദു പ്രകാശിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് ഈ ഒരു പഞ്ചായത്ത് ഭരണം വീണ്ടും തിരിച്ചു പിടിക്കുന്നത്? അത് ജനങ്ങളുടെ ഒരു മറുപടി എന്നുള്ളത് UDFനുള്ള മറുപടി ആയിട്ടാണ് അതിനെ കാണുന്നത്? പുൽപ്പള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സ്ഥാനമേൽക്കുന്നതിൻ്റെ തലേദിവസം തന്നെ ഒരു കടുവ ആക്രമണത്തിൽ ഒരു നദിയിൽ ഒരു സഹോദരൻ മരിക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. അങ്ങനെ വികസന മുരടിപ്പിൻ്റെ ഒരു വിഷയവും കൂടെ പുൽപ്പള്ളിയിൽ വളരെ വലുതായിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം എടുത്തുകൊണ്ട് തന്നെയാണ് LDFന് ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികളൊന്നും തന്നെ കൃത്യമായി നടപ്പിലാക്കപ്പെടാത്ത ഒരു പഞ്ചായത്ത് കൂടിയായിരുന്നു UDF ഭരണകാലത്ത് പുൽപ്പള്ളി പഞ്ചായത്ത് എന്ന് പറയുന്നത്, അല്ലേ? പുൽപ്പള്ളി പഞ്ചായത്ത് ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് പഞ്ചായത്ത് ഓഫീസിൻ്റെ ഒരു നിർമ്മാണത്തിലേക്ക് ഒതുങ്ങിപ്പോയി എന്നുള്ളത് പൊതുവായിട്ട് ജനങ്ങളുടെ ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അത് ശരിയാണ് താനും. പൊതുവെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒട്ടേറെ വികസന പദ്ധതികൾ വന്നപ്പോഴും നമുക്ക് ലൈഫ് ഭവന പദ്ധതി, അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിൽ ജലജീവൻ മിഷന് ജലനിധി പദ്ധതിയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും താഴേക്കിടയിലുള്ള കുറേ ആളുകൾക്ക് കുടിവെള്ള പ്രശ്നമടക്കം രൂക്ഷമായി ഇന്ന് നിലനിൽക്കുകയാണ്. ഗ്രാമീണ റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. വന്യമൃഗശല്യം എന്ന് പറയുന്നത് കൂടി വരുമ്പോഴും നമുക്ക് പഞ്ചായത്തിൻ്റെതായ ഒരു പദ്ധതിയായിട്ട് ഇതുവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും വലിയൊരു പോരായ്മയായിട്ടാണ്. പുതിയ പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റപ്പോൾ അത് തന്നെയായിരിക്കുമോ ലക്ഷ്യം? തീർച്ചയായിട്ടും LDFൻ്റെ ഒരു പ്രകടന പത്രിക തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, പുൽപ്പള്ളിയുടെ വികസനം എങ്ങനെയെന്നുള്ളത്. ആ പ്രകടന പത്രികയെ പ്രതിദാനം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ 5 വർഷത്തെ നല്ല വികസനങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. സഹകരണ ബാങ്കുകളിലെ അഴിമതി വലിയ വിഷയമായി സംസ്ഥാനം ഒട്ടുക്കും ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് അതും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അലയൊലികളും നമ്മുടെ പുൽപ്പള്ളി പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. UDFനെതിരെയുള്ള ഒരു വികാരമായിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് പുൽപ്പള്ളി പഞ്ചായത്തും വികസനത്തിന്റെ വഴിയിലേക്ക് തന്നെ കൊണ്ടുപോകും, സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പദ്ധതികളും നടപ്പിലാക്കും എന്നുള്ളതാണ് ബിന്ദു പ്രകാശ് നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്.